ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ പെട്ടെന്ന് ഗ്രോത്ത് നേടണമെങ്കിൽ ചില പൊടിക്കൈകളൊക്കെ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. അത് ഒരുപാട് ടിപ്സ്, അതിൽ കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഷെയർ ചെയ്യുന്നത്, ഐഡിയകളൊക്കെ ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. പക്ഷെ പല ആൾക്കാർക്കും അത് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവാറില്ല, അത് നോക്കാനും സമയം ഉണ്ടാവാറില്ല. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ വാരി വലിച്ച് പല ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. ഫേസ്ബുക്കിൽ ഗ്രോത്ത് നേടാനുള്ള പല കാര്യങ്ങളും ഫേസ്ബുക്ക് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലേറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫൈലിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ടാമത്തേലോ മൂന്നാമത്തേലോ നാലാമത്തേലോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്രോത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും റെസ്പോണ്ട് ടു കമൻറ്റ്. അതായത് നമ്മളുടെ എന്ത് കണ്ടന്റ് ആയാലും, ഫോട്ടോ ആയാലും, റീൽസ് ആയാലും, വീഡിയോസ് ആയാലും, അതിന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമന്റിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, തിരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ റിയാക്ഷൻ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചും കൊടുക്കുമ്പോഴായിരിക്കും ആ ഫോട്ടോസ് ആയാലും, റീൽസ് ആയാലും, വീഡിയോസ് ആയാലും എൻഗേജ്മെന്റ് കൂടുന്നതും അതിലൂടെ ഗ്രോത്ത് കൂടുന്നതും ഒക്കെ. അങ്ങനെയാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം അവിടെ വെക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 കമന്റ് ഉണ്ട്. അപ്പോൾ ഈ കമന്റിന് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങളുടെ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമന്റ് ചെയ്യേണ്ട ഒരുപാട് അവിടെ കാണാൻ സാധിക്കും. ഒരുപാട് വീഡിയോക്ക് താഴെയുള്ള കമന്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മെൻഷൻ ചെയ്യുക, അതുപോലെ തന്നെ ടാഗ് ചെയ്യണമെങ്കിൽ ടാഗ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഫിൽറ്ററിന്റെ ഇത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ നമുക്ക് മാറ്റുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. ഇത് രണ്ടാമത് നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ടാഗ് ചെയ്തത്, ഒരുപാട് പേര് ടാഗ് ചെയ്തിട്ടുണ്ടാവും അവരുടെ കണ്ടന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസോ ഫോട്ടോസോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കമന്റ് ഇട്ട് കൊടുത്തിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേര് വെച്ചിട്ട്, ഇത് എൻ്റെ ഷാജിത്ത് എന്നുള്ള പേര് വെച്ചിട്ട് അവരെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക, നല്ല രീതിയിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം ഇങ്ങനെ ടാഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പേജിനും, അത് പേജായാലും പ്രൊഫൈലായാലും അതിനും ഗുണം ചെയ്യും. അവർക്ക് മാത്രമല്ല നമ്മൾക്കും അത് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 2-3-4 ടീംസ് ഇവിടെ വന്നിട്ടുണ്ട് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളെ വെച്ചിട്ട് ആരെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്, അതായത് റെക്കഗ്നൈസ് യുവർ ന്യൂവസ്റ്റ് ഫോളോവേഴ്സ്. അടുത്തതായിട്ട് നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ടീമിനെ നമ്മൾ റെക്കഗ്നൈസ് ദം, അതായത് ഒരു വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെൽക്കം യുവർ ന്യൂ ഫോളോവേഴ്സ്, അവർ പുതിയ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ 50 പേർക്ക്, അല്ലെങ്കിൽ 6 പേരെ മെൻഷൻ വെച്ചിട്ട് ഒരു റീൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മിനിമം ഒരു സ്റ്റോറി അവർക്ക് വേണ്ടിയിട്ട്, പുതിയ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 10 പേരെ മെൻഷൻ ചെയ്തിട്ട് നമുക്കത് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 10 പേരെ മെൻഷൻ ചെയ്തിട്ട് നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. റീൽസ് ആണെന്നുണ്ടെങ്കിൽ 6 പേരെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് റീൽസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ 10 പേരെ, അതായത് ഏറ്റവും ലാസ്റ്റ് ഫോളോ ചെയ്തിട്ടുള്ള നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് അവിടെ ഓപ്പൺ ആയിട്ട് കാണിക്കട്ടെ. അപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 പേര് പേരും വരും. അതുപോലെ തന്നെ നമുക്കതിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ 10 പേരുടെ പേരിൽ ഒരു സ്റ്റോറി നമ്മുടെ പേജിലായാലും പ്രൊഫൈലായാലും അപ്ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് തിരിച്ച് ബാക്കോട്ടേക്ക് പോവാം. അതുപോലെ തന്നെ ഇവിടെ റെക്കഗ്നൈസ് യുവർ മോസ്റ്റ് എൻഗേജ്ഡ് ഫോളോവേഴ്സ്, ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ടന്റിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഫോളോവേഴ്സിന്
പിന്നെ നമ്മൾ റെക്കഗ്നൈസ് അവർക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്യുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പിന്നെ മ്യൂസിക് പിന്നെ റീൽസ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇവരെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മ്യൂസിക് ഉപയോഗിക്കണമെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ അതിൽ മ്യൂസിക് ആഡ് ചെയ്തിട്ട് 10 പേർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോറി ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിന് ശേഷം റെക്കഗ്നൈസ് യുവർ ന്യൂ ടോപ്പ് ഫാൻ, അതുപോലെ പുതിയ ടോപ്പ് ഫാൻ, പുതിയ ഫാൻസിൽ വെച്ചിട്ട് നമ്മുടെ ഫോളോവേഴ്സിൽ വെച്ച് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫാൻസിന് വേണ്ടിയിട്ട് ഇതേപോലെ വിഷ് ചെയ്തിട്ട് എനിക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ ഷൂട്ട് ഔട്ട് യുവർ ഫോളോവേഴ്സ് വിത്ത് ഫോളോവേഴ്സ് സാരീസ്. അതുപോലെ തന്നെ റെക്കഗ്നൈസ് യുവർ ന്യൂ റൈസിങ് ഫാൻസ്, ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന റൈസിങ്, അതായത് ഓൾറെഡി അവർ റൈസിങ് ആയിട്ടുള്ളതായിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഷ് ചെയ്തിട്ട് ഒരു പോസ്റ്ററോ റീൽസോ സ്റ്റോറിയോ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഫേസ്ബുക്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 3 കാര്യങ്ങളോ ഫേസ്ബുക്ക് നിലവിൽ കൊടുത്തിട്ടുള്ളൂ. ഫ്യൂച്ചറിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്നിരുന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.